2015 നമ്മൾ സ്കൂളിലേക്കുള്ള റോഡ് ഇതേപോലെ ദേവസ്വം അധികൃതർ തടഞ്ഞപ്പോൾ ഞങ്ങൾ പ്രവർത്തകരും പിന്നെ അത് തടസ്സപ്പെടുത്തി പോലീസ് വന്നു. പോലീസ് ഇതിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നടത്ത ചർച്ചയെ തുടർന്നു ആ തടസ്സങ്ങൾ നീക്കാൻ നമ്മൾ അനുവദിച്ചു. നമ്മൾ നീക്കി അതിൻ്റെ റിപ്പോർട്ടാണ് ഈ പത്രം സൂക്ഷിക്കാൻ പറ്റില്ല. എല്ലാ പത്രത്തിലും വന്നിരുന്നു. ഞങ്ങൾ എല്ലാ ഞങ്ങൾ എല്ലാ കോടതിയുടെയും ഉത്തരവ് നമ്മൾ ശിരസാ വഹിക്കുന്നുണ്ട്. ഒരു കോടതി ഈ ഓർഡറിനും വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, ഇനി പ്രവർത്തിക്കുകയില്ല. അതേപോലെ തന്നെ കേരളത്തിലെ ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ ആക്ട് ആൻഡ് റൂൾസ് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. അത് ഒരിക്കലും വയലേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. നമ്മളിവിടെ നിങ്ങൾക്കെല്ലാം കാണാം, ഇവിടെ ഒരു പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റീസും നടന്നില്ല. നമ്മൾ ഈ പാർക്ക് വരുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ വിശ്വാസികൾ ക്ഷേത്രത്തിൽ വരുന്നു, അവർ പ്രകൃതി ആസ്വദിച്ച് പോകുന്നുണ്ട്. ഇത് പിന്നെ റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നലെ കയറുന്നില്ലെങ്കിൽ ആളുകൾ അപ്പുറത്ത് മാടയപ്പാറ മുഴുവൻ കയറുന്നുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും എൻ്റെ നേതൃത്വത്തിലൊരു സൊസൈറ്റി പ്രവർത്തിക്കില്ല, ഇനി ഒരിക്കലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറയാം. 1992 കമ്മാടങ്കാവ് എന്നൊരു സ്ഥലമുണ്ട് പരപ്പിൽ. പരപ്പ് മുതൽ മാടായിക്കാവ് വരെ സംരക്ഷിക്കാൻ കമ്മാടങ്കാവ് മുതൽ മാടായിപ്പാറ വരെ എന്നൊരു ജാഥ നടത്തി അതിന് മുന്നിൽ നിന്ന ആളാണ് ഞാൻ. അതോടൊപ്പം കണ്ണൂർ കാൽടെക്സിലും സ്റ്റേഡിയം കോംപ്ലക്സിലും ഇന്ന് കാണുന്ന വൃക്ഷങ്ങൾ എൻ്റെ കൈകൊണ്ട് വെക്കുകയും മാത്രമല്ല, താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്ന് വെള്ളം കോരി, അന്നൊന്നും വെള്ളമില്ല, വെള്ളം കോരി നനച്ചുണ്ടാക്കിയ മരങ്ങളാണ് ഈ കാൽടെക്സിൽ കാണുന്ന മരങ്ങൾ. അതിൽ അബ്ദുള്ളക്കുട്ടി MLA ആയിരിക്കുന്ന സമയത്ത് അത് പിറകിലുള്ള ഷോപ്പുകാർക്ക് വേണ്ടി പരസ്യത്തിനും വേണ്ടി ഞാൻ തുറന്നു പറയാണ്, എല്ലാ മരങ്ങളും മുറിച്ചു. 2 മരങ്ങൾ ടാക്സിക്കാർ ബലം പ്രയോഗിച്ചിട്ട് മുറിക്കാൻ വിടാതുകൊണ്ട് ആ 2 മരങ്ങളും ഇപ്പോഴും അവിടെയുണ്ട്. എൻ്റെ പേര് C. ഭാസ്കരൻ. സ്ഥാപന ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. ഈ സൊസൈറ്റി 2003 നമ്പർ S-204/2003 തലശ്ശേരി രജിസ്റ്റർ ചെയ്ത ഒരു ട്രസ്റ്റാണ്, ചാരിറ്റബിൾ ട്രസ്റ്റാണ്. എഡ്യൂക്കേഷണലും അതുപോലെ സാമൂഹിക സാംസ്കാരിക കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക. ഗുരുദേവൻ നമ്മോട് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം, വ്യവസായം, സംരംഭകത്വം, ഈശ്വരഭക്തി, അതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണത്. അത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. 2004 തന്നെ ആരംഭിച്ചു. 2 വർഷം നമ്മുടെ താഴെ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. 2004 ഇവിടെ സ്ഥലം വാങ്ങിച്ചു. 2 ഏക്കർ 81.5 സെൻറ്റ് വാങ്ങിച്ചു. ജാഗകളൊക്കെ പരിശോധിച്ചിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത പ്രദേശത്തിൽ, ഇതിന് മുട്ടിയ വീട്ടിൽ താമസിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഉടനെ ഒരു കിണർ ഒഴിച്ചു, ഒരു ഓഫീസ് കെട്ടിടം എടുത്തു, ഒരു കോൺക്രീറ്റിൻ്റെ. ആ സമയത്തൊന്നും യാതൊരു പ്രതിഷേധം ഏത് ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പില്ലറിൻ്റെ കുഴിയെടുത്തു, തറയുടെ പണി നടക്കുന്ന സമയത്താണ് പയ്യന്നൂർ സബ് കോഡിൽ നിന്ന് ആദ്യം തന്നെ കോടതി ഉത്തരവ് വരുന്നത്, കേസ് കൊടുത്തുകൊണ്ട്, ദേവസ്വം കൊടുത്തുകൊണ്ട്. അപ്പോൾ അത് വന്ന് നോക്കിയപ്പോൾ അവർ ഇഞ്ചക്ഷൻ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ കോടതി ഇഞ്ചക്ഷൻ കൊടുത്തില്ല. ജില്ലാ കോടതിയിൽ അവർ പോയി CMA ആയിട്ട് സിവിൽ അപ്പീൽ പെറ്റീഷൻ കൊടുത്തപ്പോൾ തലശ്ശേരി കോടതി നമുക്ക് ഭാഗികമായിട്ട് കെട്ടിടം പണി പൂർത്തിയാക്കാൻ അനുമതി തന്നു. ആ സമയത്ത് തന്നെ അപ്പീലുകൾ പരിഗണിക്കാതെ കൊണ്ട് തന്നെ, ഈയുടെ ഇഞ്ചക്ഷൻ കിട്ടാതെ കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ പ്രവൃത്തി നടത്തിയിരുന്നു. തലശ്ശേരി എത്തുമ്പോൾ ബേസ്മെൻറ്റ് പൂർത്തിയായി. തലശ്ശേരി ജില്ലാ കോടതി പറഞ്ഞു ആ ബേസ്മെൻറ്റിൻ്റെ മുകളിലെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ അനുമതി തന്നു. അത് റെസ്ട്രിക്റ്റഡ് ടു കംപ്ലീഷൻ ഓഫ് ദി സ്ട്രക്ചർ ബിൽഡിങ്ങിൽ. എത്രയും അപ്സ്റ്റെയർ എടുക്കാം, നിങ്ങളും വീതം കൂട്ടാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 2007-8 തന്നെ ഇവിടെ അന്ന് കംപ്ലീറ്റ് തേക്കാനൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇരുത്തേക്ക് പ്രൈവറ്റ് ബിൽഡിംഗ് നിന്ന് വാടക കെട്ടുന്ന ഇവിടെ സ്കൂൾ ആരംഭിച്ചു. ആദ്യം ഇതിൻ്റെ ഭാരതീയ വിദ്യാനികേതൻ്റെ എഫിലിയേഷനാണ്. അതിൽ എഫിലിയേഷൻ നടത്തുമ്പോൾ നടത്തി കൊണ്ടുപോകുന്ന സമയത്ത് 2013 മുതലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ഒരു എഫിലിയേഷൻ വാങ്ങിച്ച് നമ്മൾ സ്കൂൾ പ്രവർത്തിക്കുന്നത്. 2022 വരെ വളരെ ഭംഗിയിൽ ഈ സ്കൂൾ കൊണ്ടുപോയതാണ്. ഒരുപാട് പ്രതിസന്ധിയിലുണ്ടായിരുന്നു. 15 ഇവർ റോഡിൻ്റെ തടസ്സം സൃഷ്ടിച്ചു, റോഡിനെതിരായി കേസ് കൊടുത്തു. റോഡിനെതിരെയും ഒരു ഇഞ്ചക്ഷനും ഉണ്ടായിട്ടില്ല. ഈ സിവിൽ കേസ് കൊടുത്തത് OS 38/2006 കൊടുത്ത് ഈ പെറ്റീഷൻ 2012 ഞങ്ങൾക്കെതിരായിട്ട് വിധി വന്നു. കാരണം വിചാരണ സമയത്ത് ഈ ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ വിചാരണ ഹാജരാവില്ല, ഡിസ്മിസ് ചെയ്തു. പിന്നെ അതിനെതിരായിട്ട് അവർ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കൊടുക്കും. ആ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കൊടുക്കാൻ വന്ന ഓർഡർ വന്നത് 2015. ഈ 15 വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഈ ടോയ്ലറ്റ് എല്ലാ പണിയെടുത്തു. അപ്പോൾ 2015 റീഇൻസ്റ്റേറ്റ് ചെയ്ത കേസും 22 നമുക്ക് അനുകൂലമായിട്ട് ഡിസ്മിസ് ചെയ്തു. കാരണം വിചാരണ സമയത്തൊന്നും ഇവർ ഹാജരാവില്ല. പറയുന്നത് സില്ലി റീസണാണ്, പനിയായിരുന്നു, ചുമയായിരുന്നു.
ഇപ്പോൾ 2022 വന്നപ്പോഴേ ഡേറ്റ് ചിലപ്പോൾ 22-23 കൊല്ലമായിരിക്കും, ഫയൽ വരെയുണ്ട്, സമയം അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് പനിയായിരുന്നു, ഹാജരാകാൻ പറ്റിയിട്ടില്ലാന്ന്. വിവരാവകാശ പ്രകാരം ഞങ്ങൾ രേഖ പകർത്തി. ഇവിടുന്ന് തലശ്ശേരി ആണ് HRNC അസിസ്റ്റന്റ് കമ്മീഷണറാണ്, ഇവരെ മേൽ ഓഫീസർ. അദ്ദേഹം നമുക്ക് നന്നായി രേഖാമൂലമുള്ള മറുപടിയിൽ അന്ന് അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഈ കേസ് എപ്പോഴോ ഉണ്ടായിരുന്നു, അന്ന് അദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയിലുണ്ട് അയാൾ പറയുന്നത് കളവാന്നായി. അപ്പോൾ ഈ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ കൊടുത്ത ഇതിൻ്റെ കോടതിയുടെ നടപടിക്രമങ്ങൾ സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും നമുക്ക് എതിരെ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഹൈക്കോടതി പോയി. കുറേ ചരിത്രമുണ്ട്. ഹൈക്കോടതി പോയി, അതിൻ്റെ എല്ലാം രേഖകൾ എൻ്റെ ഉണ്ട്. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇഞ്ചക്ഷൻ്റെ കാര്യം മറ്റ് കമ്മീഷൻ വെക്കേണ്ട കാര്യമെല്ലാം ഈ വിചാരണ കോടതി തീരുമാനിക്കട്ടെ. ഇറ്റ് ഇസ് ലിബർട്ടി ഓഫ് ദി വിചാരണ കോടതി എന്ന് പറഞ്ഞിട്ട് അവർ ഓർഡർ ഇറക്കി. ഒന്ന് ഓർഡർ കൊടുത്തു, വിത്തിൻ 1 മന്ത് ഈ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട പെറ്റീഷൻ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴവിടെ ജഡ്ജില്ല, സബ് ജഡ്ജില്ല. കണ്ണൂർ സബ് ജഡ്ജിയോട് പയ്യന്നൂർ സിറ്റിംഗ് നടത്തിയിട്ട് 1 മാസത്തിലുള്ള തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഈ ദേവസ്വം എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇത് ഞങ്ങൾക്കെതിരെ മാത്രമല്ല സ്ഥലം, ഇതിൻ്റെ പിറകിലില്ല കുറേ കുടുംബക്കാരുടെ പേരിലും കൂടെ ഇതിൽ കേസുണ്ട്. അപ്പോൾ അവരെ അവകാശികളൊന്നും ഇതിൽ കക്ഷി ചേർത്തിട്ടില്ല. കക്ഷി ചേർക്കാതെ കൊണ്ട് തന്നെ കേസ് 1 മാസം കൊണ്ട് തീർക്കാൻ കഴിയില്ല. അവർ തന്നെ എക്സ്റ്റൻഷൻ മേടിച്ചു. അങ്ങനെ വിചാരണ ചെയ്തപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഇവിടെ കോൾ ഫോർ ചെയ്യണം കോടതിയിൽ. അദ്ദേഹം ഹാജരായി. അപ്പോൾ അദ്ദേഹം ജഡ്ജി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും സമാധാനം പറയാൻ പറ്റില്ല. കാരണം അയാൾ പറയുന്നത് സത്യവിരുദ്ധ. അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല, ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രം ഹാജരാക്കിയത്. അപ്പോൾ തന്നെ അതുമാത്രമല്ല, അദ്ദേഹം കൊടുത്ത മൊഴി, കോടതി കൊടുത്ത മൊഴി, ഞാനന്ന് സർക്കൽ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായതിൻ്റെ ആ ഉത്സവത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുഖമില്ലാതെ ആൾ. അപ്പോൾ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ എവിടെ താമസിച്ചു? ഓഫീസിൽ. ഒരു ഓഫീസ് താമസിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക? നമുക്ക് ഓഫീസ് താമസിക്കാൻ ഒരു അധികാരമില്ല. അപ്പോൾ അത് കളവാൻ തോന്നുന്നുണ്ട്. അവരെന്ത് ചെയ്തു? ഓക്കെ, അതും നമുക്ക് അനുകൂലമായിട്ട് തള്ളി. അവർ സ്വാഭാവികമായിട്ട് ജില്ലാ കോടതിയിൽ പോയി. ജില്ലാ കോടതി പോയിട്ട് അവർ എന്ത് ആവശ്യപ്പെട്ട് അന്ന് ഈ സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. ആ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അവർ അവിടെ ആവശ്യപ്പെട്ടു ഒരു ഇഞ്ചക്ഷൻ വേണം, കമ്മീഷൻ വെക്കണമെന്ന്. അതിലും കോടതി ഇതുവരെ അനുവദിച്ചിട്ടില്ല. എല്ലാവർക്കും സമൻസ് നടത്തി കഴിഞ്ഞിട്ടില്ല. ആർക്ക്? ഈ അപ്പീൽ എല്ലാവർക്കും സമൻസ് നടത്തി കഴിയാതുകൊണ്ടാണ് ഇപ്പോൾ 4/8/2026 ഹൈക്കോടതി റിട്ട് പെറ്റീഷനാണ്. റിട്ട് പെറ്റീഷൻ ആകുമ്പോൾ എതിർകക്ഷികളുടെ വാദമൊന്നും കേൾക്കണ്ട, കോടതിക്ക് തീരുമാനം എടുക്കാം. ബഹുമാനപ്പെട്ട കോടതി 6/8 4-ാം തീയതി കൊടുത്തു. 4-ാം തീയതി വൈകുന്നേരമാണ്, അത് ടൈമുണ്ട്, വൈകുന്നേരമാണ് ഫയൽ ചെയ്യുന്നത്. 6-ാം തീയതി വിധി പ്രസ്താവിച്ചത്. 3 കാര്യങ്ങളും ആ വിധിയിൽ ഞങ്ങൾ കിട്ടിയ കോപ്പിയിലുള്ളത്. എല്ലാവർക്കും അത് തന്നെയായിരിക്കും. ഒന്ന് സ്പെഷ്യൽ മെസ്സഞ്ചറോട് കൂടി ഈ കക്ഷികൾക്കെല്ലാം ഇത് നടത്തുക. അങ്ങനെ വന്നു, നമുക്ക് കിട്ടിയത് 8-ാം തീയതിയാണ്. 8-ാം തീയതി കിട്ടി. അതിൽ രണ്ടാമത്തത് തലശ്ശേരി ജില്ലാ കോടതിയോട് അവിടെ കിടക്കുന്ന അപ്പീൽ അത് തീർപ്പ് കൽപ്പിക്കാൻ എത്ര സമയം വേണം, അത് രജിസ്ട്രാറോടാണ് ആവശ്യപ്പെട്ടത് അന്വേഷിക്കാൻ. 3ാമത് ഞങ്ങളോട് പറഞ്ഞത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റാറ്റസ് കോ മീൻസ് ഞങ്ങൾ അപ്പോഴേക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഹാള്, ഇവിടെ നേരത്തെ സ്കൂളിലുള്ളപ്പോഴേ ധാരാളം പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹാളാക്കി മാറ്റി കമ്മ്യൂണിറ്റി ഹാളാക്കിയ ശേഷം 2015 ഓഗസ്റ്റ് 10-ാം തീയതി ഇവിടെ ആദ്യത്തെ പരിപാടി ഇവിടെ നടന്നു. അതിനുശേഷം തപസ്യയുടെ സംസ്ഥാന ക്യാമ്പ്, യുവകലാ സാഹിതിയുടെ സംസ്ഥാന ക്യാമ്പ്, അതായത് ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ കവിയാണ് യുവകലാ സാഹിതിയുടെ പ്രസിഡന്റ്. അദ്ദേഹം അടക്കം ഇവിടെ താമസിച്ചിട്ടുള്ള 2 ദിവസത്തെ ക്യാമ്പ് നടന്നു. BJPയുടെ 2 ദിവസത്തെ ക്യാമ്പ് ജൂലൈയിൽ നടന്നു. അതിനൊക്കെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മകൾ, SLC ബാച്ച്, കോളേജ് മേറ്റ്സിൻ്റെ പരിപാടികൾ നടന്നു. അപ്പോൾ ഇങ്ങനെ പരിപാടി, കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം ഈ കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പേ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് വെച്ചാൽ ഇത് കമേഴ്ഷ്യലായിട്ടല്ല, ഇത് ആരുടെയെങ്കിലും ഇത്ര ഫിക്സഡ് ഫീസ് മേടിച്ചിട്ടൊന്നല്ല. ഇവിടെ വരുന്ന ആളോട് ഭക്ഷണം വേണം, അതിന് സൗകര്യത്തിന്, അതിൻ്റെ നോമിലായിട്ട് അതിൻ്റെ ചെലവിനുള്ള പൈസ മാത്രം മേടിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ലൈസൻസാണ് ഇപ്പോഴും വേണ്ടത്. പക്ഷേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 2000 പറഞ്ഞു. അതെ. ഇതിൻ്റെ ഈ അനുമതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു സംരംഭകത്തെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട്. അതായത് നമ്മൾ അവരുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ റിക്വസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് K-SMART, K-SWIFT. ആ K-SWIFTൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനുവദിക്കേണ്ട അതോറിറ്റിക്ക് 3 വർഷത്തിനുള്ളിൽ അനുവദിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവശ്യമുള്ള രേഖകൾക്ക് ചോദിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ ഏത് സ്ഥാപനം പറ്റില്ല? ഹസാർഡസ് ഇൻഡസ്ട്രി പറ്റില്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് പറ്റില്ല. സാധാരണ ഇവിടെ ഈ പാർക്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ എന്ത് ഹസാർഡസാണ് ഉള്ളത്?
റിസ്ക്കില്ല, ഒരു റൈഡ്സ് ഇവിടെ ഇല്ല. ഞങ്ങൾ സ്കൂളിൽ ഈ പാർക്കിൽ ഇവിടെയെല്ലാം ഈ കളി സാധനം ഉണ്ടായതാണ്. അതൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് കുറച്ച് അവിടെ ഫിറ്റ് ചെയ്തു. നമ്മൾ കുട്ടികളെ കളിസ്ഥലമായിരുന്നു അത്. അതിൻ്റെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇതില്ലേ നമ്മൾ വാച്ച് ടവർ പോലത്തെ അങ്ങനെ കുറച്ച് അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇത് സെൽഫി പോയിന്റ് അത് നമ്മൾ അഡീഷണൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു ഇത് തുറന്നു കൊടുത്തിട്ട് ആക്കുന്നതിന് പ്രത്യേക അനുമതിയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അവരെ ഫയലൊക്കെ നോക്കിയിട്ട് ഇതിനൊന്നും കാണുന്നില്ല, ഇവിടെ ഹൈ റിസ്ക് ഉള്ളതൊന്നല്ല, നിങ്ങൾക്ക് നടത്താം. പക്ഷെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ഇതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് അണ്ടർ പ്രോസസ്സ്. അതാണ്. അതെ, വഴി ബ്ലോക്ക് ചെയ്യുന്നതിന് അതും കൂടെ പറയാം. അല്ല അതെ ഉണ്ട്, അതിൻ്റെ എല്ലാ കടലാസും നമ്മുടെക്കുണ്ട്. വഴിയെ സംബന്ധിച്ച് ഒരു കാര്യം പറയാം. 2004 ഇവിടെ സ്ഥലം മേടിച്ചു. കെട്ടിടം പണി ആരംഭിക്കുന്ന സമയത്ത് ഇതേ റോഡിലേക്ക് കൂടിയായിരുന്നു ഈ കെട്ടിടം പണിക്കുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ ഇറക്കിയത്. തനിയെ ഇവിടുന്ന് എയർലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ വേറെ റോഡൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇവിടത്തേക്ക് വരാൻ വേറെ ഏതും വഴിയുണ്ടോ? ഇതേ റോഡിലേക്ക് കൂടിയാണ്. ഇവിടെ എയർലിഫ്റ്റ് ചെയ്തിട്ട് കെട്ടിടം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ കൊണ്ടുവന്ന് റോഡ് നിർമ്മാണം നടത്തി, ഈ കെട്ടിട നിർമ്മാണം നടത്തി. അതിനുശേഷം സ്കൂൾ ആരംഭിച്ച് അന്ന് മുതൽ നമ്മൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളെല്ലാം ഇതേ റോഡിലാണ് വരുന്നത്. അവർ ഈ റോഡിനെതിരെ കേസ് കൊടുക്കുന്ന എപ്പോഴാണ്? നമ്മൾക്കെതിരെ സ്ഥലത്തിനെതിരെ കൊടുത്ത കേസ് അവർക്ക് അനുകൂലമായി വിധി ലഭിക്കാതിരിക്കുകയും, രണ്ടാമത് ആ അമ്പലത്തിൻ്റെ ആ സൈഡിലേക്ക് കൂടിയാണ് ചൈനക്കിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്ന റോഡ്. ചൈനക്കിളി 2015 പൂട്ടി. അപ്പോൾ പൂട്ടിയപ്പോൾ ഈ റോഡിനെതിരെ കേസ് കൊടുക്കുമ്പോൾ ചൈനക്കിളെ കക്ഷി ചേരില്ല എന്ന് അവർ വിചാരിച്ചു. കക്ഷി അന്നേരം ചേർന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമായി പ്രതി. അവർ കൊടുത്തത് പോലീസ് കേസിൽ കൊടുത്ത ഇവിടെയുണ്ട്. 2015 ജൂൺ മാസം ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ നമ്മൾ ട്രസ്പാസ് ചെയ്ത് റോഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളെ കമ്മീഷൻ വെച്ചു, കോടതി ഇഞ്ചക്ഷൻ കൊടുത്തില്ല, കമ്മീഷൻ വെച്ചു. കമ്മീഷൻ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തു. 2015 ജൂണിലല്ല ഈ റോഡ് ഉണ്ടാക്കി, അതിനു മുമ്പേ റോഡുണ്ട്. ഇരുവരം മുട്ടം റോഡിൽ നിന്ന് ആരംഭിച്ച് വടുകുന്ന അമ്പലത്തിന് മുന്നിലേക്കൂടെ വന്ന് ഈ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നതും, സ്കൂളിൽ പ്രവേശിച്ച ശേഷം ആ പിന്നെയും തുടർന്ന് 5-6ഓളം വീടുകളിലേക്കും ഉപയോഗിക്കുന്ന റോഡാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ആ വീട്ടുകാർ ഇവിടെ വന്നു, കമ്മീഷൻ വന്നപ്പോൾ അവരൊക്കെ മൊഴി കൊടുത്ത് ഞങ്ങൾ 10-30 വർഷത്തിലേറെ ഉപയോഗിക്കുന്ന റോഡാണ് ഇത്. ആ റോഡെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അപൂർവമായിട്ടിൽ വണ്ടി വരേണ്ടത്. അവരുടെ വീട്ടിൽ നിർമ്മാണ ആവശ്യത്തിന് കാറുകളെല്ലാം പോകുമ്പോൾ അതിൻ്റെ മാർക്കെല്ലാം, വണ്ടിയുടെ ടയറിൻ്റെ മാർക്കെല്ലാം അവർ ബോധ്യപ്പെട്ടിട്ടാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത്. അതിലും നമുക്ക് 2023 2022 ഈ റോഡിൻ്റെയും കൊറോണയുടെയും പ്രശ്നം കൊണ്ടാണ് നമുക്ക് സ്കൂൾ പൂട്ടേണ്ടി വന്നത്. പക്ഷേ 2022 നവംബറിൽ ഈ റോഡിൻ്റെ കേസും നമുക്ക് അനുകൂലമായിട്ട് വന്നു. നമുക്ക് അനുകൂലമാണ് വിധിയിൽ. അതിനുശേഷം അവർ ഹൈക്കോടതി പോയിട്ട് ഈ കേസ് റീഇൻസ്റ്റേറ്റ് ആകാൻ വേണ്ടിയിട്ട് ഓർഡർ മേടിച്ചു കേസ്. അപ്പോൾ റോഡിൻ്റെ കേസ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് തളിപ്പറമ്പ് മുനിസിപ്പൽ കോടതിയിൽ ഇപ്പോഴും ഉണ്ട്. ഒരു സ്റ്റേയും ഇല്ല, ഇഞ്ചക്ഷനും ഇല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഈ റോഡ് ടാർ ചെയ്യുന്നതിന് നിലവിൽ വിരുദ്ധ നടപടി ആർക്കും എടുക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അവർ അധികാരത്തിൻ്റെയും മസിൽ പവറിൻ്റെയും ബലത്തിൽ വടുകുന്ന അമ്പലത്തിൻ്റെക്ക് പോകുന്ന, നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അവർക്ക് എവിടെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കും. ആ ബലത്തിൽ മസിൽ പവറിൻ്റെ പേരിലാണ് അവരിപ്പോൾ അവിടെ കല്ലിട്ടിട്ട് ഞങ്ങളോട്ട് വരുന്ന റോഡ് തടഞ്ഞിട്ടുള്ളത്. 2015 ഇതുപോലെ ബ്ലോക്ക് ചെയ്തിരുന്നു. അന്ന് ഞങ്ങളെ പ്രവർത്തകരെല്ലാം കുറേ കൂടെ എങ്ങാണ്. എനിക്കിപ്പോൾ 71 വയസ്സായി. അത് നിങ്ങൾ ഒരു 11 കൊല്ലം പുറകെ, എനിക്ക് അന്ന് 60 വയസ്സേ ഉള്ളൂ. ഞാനും എൻ്റെ കൂടിയിൽ രാമരത്നം കൂടെ JCB മുമ്പിൽ കയറി നിന്നു. അന്ന് നമുക്ക് നിൽക്കാൻ പറ്റും. ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ പ്രഷറായിട്ട് വീണു പോകും. അപ്പോൾ കുടുംബക്കാർക്ക് എന്തിനാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഇന്നലെ നമ്മൾ അവിടെ അതിന് തടയാൻ നിന്നില്ല. അതാണ് സത്യം. 2015 തടഞ്ഞിരുന്നു. ആ തടഞ്ഞത് പോലീസ് ഇടപെട്ട് പൂർവ്വസ്ഥിതിയിലാക്കി നമ്മൾ ഉപയോഗിക്കാം. 2015 നമ്മൾ സ്കൂളിലേക്കുള്ള റോഡ് ഇതേപോലെ ദേവസ്വം അധികൃതർ തടഞ്ഞപ്പോൾ ഞങ്ങളെ പ്രവർത്തകരും അത് തടസ്സപ്പെടുത്തി പോലീസ് വന്നു. പോലീസ് ഇതിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നടത്ത ചർച്ചയെ തുടർന്നു ആ തടസ്സങ്ങൾ നീക്കാൻ നമ്മൾ അനുവദിച്ചു. നമ്മൾ നീക്കി. അതിൻ്റെ റിപ്പോർട്ടാണ് ഈ പത്രം സൂക്ഷിക്കാൻ പറ്റില്ല. എല്ലാ പത്രത്തിലും വന്നിരുന്നു. ഇത് യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു ഫയലിനുള്ളിൽ കിട്ടിപ്പോയതാണ്.